ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സംസാരിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏത് ഭാഷയായാലും സംസാരിക്കുവാൻ ഏറ്റവും അത്യാവശ്യമാണല്ലോ ക്വസ്റ്റ്യൻസ് അഥവാ ചോദ്യരൂപങ്ങൾ. അപ്പോൾ ഇന്ന് നാം പഠിച്ച ക്ലാസ്സുകളെ ആസ്പദമാക്കി എങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കാം അല്ലെങ്കിൽ സംസാരത്തിൽ എങ്ങനെ ചോദ്യങ്ങൾ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 രൂപങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന രൂപവും ഒന്ന് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രൂപവും അല്ലേ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നു എന്നതിനെ ഐ ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നു ഹീ ഗോസ് ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഐ ആം ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ അല്ലേ. ഈ രൂപമല്ലേ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒന്നാമതായി നോക്കൂ, അവൻ സ്കൂളിൽ പോകുന്നു എന്നതിന് അവൻ സ്കൂളിൽ പോകുന്നോ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ അവൻ എവിടെയാണ് പോകുന്നത് എന്ന് പറയണം. അതിനു മുമ്പായി അവൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഹീ ഗോസ് ടു സ്കൂൾ എന്നതിന് അവൻ സ്കൂളിൽ പോകുന്നു എന്നാണ്. എന്നാൽ അവൻ സ്കൂളിൽ പോകുന്നില്ല എന്നാണെങ്കിൽ എങ്ങനെ വരും? ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായുള്ളത് നമ്മൾ വെർബിനെ അല്ലെങ്കിൽ പ്രവൃത്തിയെ മനസ്സിലാക്കുക എന്നതാണ്. പോകുന്നു എന്നതാണല്ലോ പ്രവൃത്തി, അതായത് ഗോസ്. ആ ഗോസ് എന്നതിനെ നമ്മൾ പുറത്തെടുത്ത് അതിനെ ഒന്ന് നോക്കണം. അതിനകത്ത് ഗോ മാത്രമാണോ അല്ലെങ്കിൽ പോകുന്നു എന്നത് മാത്രമാണോ അവിടെ ഉള്ളത്, അതോ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഓക്സിലറി വെർബ്സ് അഥവാ ഗോയിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഓക്സിലറി വെർബ്സ് ഉണ്ടോ? അത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഗോസ് എന്ന് പറയുന്നത് മറ്റൊരു ഓക്സിലറി വെർബ് കൂടെ ചേർന്നാണ്. ഏതാണത്? അതാണ് ഡസ് അല്ലേ. ഡസ് പ്ലസ് ഗോ അല്ലേ ഗോസ്. അപ്പോൾ നമ്മൾ അവൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ ഡസ്സും ഗോയും വരുമ്പോഴാണ് ഗോസ് വരുന്നത്. ആ ഡസ്സിനെയും ഗോയിനെയും വിഭിന്നമായി എഴുതുക. അതിനിടയിൽ ഒരു നോട്ട് ആഡ് ചെയ്യുക. നോട്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണല്ലോ. അപ്പോൾ അവിടെ എങ്ങനെ ആവും സെൻറ്റൻസ്? ഹി ഡസ് നോട്ട് ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നില്ല. പോകുന്നു, പോകുന്നില്ല, നെഗറ്റീവായി. എത്ര എളുപ്പമാണ് അല്ലേ. ഹി ഡസ് നോട്ട് ഗോ ടു സ്കൂൾ. അപ്പം അവൻ സ്കൂളിൽ പോകുന്നു എന്നാണെങ്കിൽ ഹി ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നില്ല എന്നാണെങ്കിൽ ഹി ഡസ് നോട്ട് ഗോ ടു സ്കൂൾ. ഓക്കെ ആണല്ലോ അത്രയും. ഇനി നമുക്ക് നോക്കാം, അവൻ സ്കൂളിൽ പോകുന്നു എന്നാണെങ്കിൽ അതിന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഇപ്പം ഹീസ് എ ടീച്ചറും ഈസ് ഹീ എ ടീച്ചറും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതായത് ആദ്യം സബ്ജക്റ്റ് വരുമ്പോൾ അതൊരു സാധാരണ സെൻറ്റൻസ് ആവുന്നു. സബ്ജക്റ്റിന് മുമ്പ് ഒരു ഓക്സിലറി വെർബ് ആണെങ്കിൽ അതെന്തായിരിക്കും? അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ ഹീ ഗോസ് ടു സ്കൂൾ എന്നതിലെ ഓക്സിലറി വെർബ് ഏതാണ്? ഇപ്പോൾ നമ്മളതിനെ നെഗറ്റീവ് ആക്കിയപ്പം പുറത്തെടുത്തു. ഏതാണ്? ഡസ് അല്ലേ. ആ ഡസ്സിനെ നമ്മൾ ആദ്യം കൊണ്ട് വെക്കുക. അപ്പോൾ എന്താവും? ഡസ് ഹീ ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നു എന്നാവും. എന്നാൽ അവൻ സ്കൂൾ പോകുന്നില്ലേ എന്നാണെങ്കിൽ എന്താവും? എങ്ങനെയാവും? നമ്മൾ രണ്ടാമത് സെൻറ്റൻസ് എഴുതിയത് കണ്ടല്ലോ, ഡസ് നോട്ട് ഗോ ടു സ്കൂൾ. അപ്പോൾ ഈ ഡസിൻറ്റ് നമ്മൾ ആദ്യം എടുത്തെഴുതുക. അപ്പോൾ അവിടെ എന്താവും? ഡസിൻറ്റ് ഹീ ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നില്ലേ. അപ്പോൾ ഈ 2 ഫോമുകളും നമ്മൾ സ്ഥിരമായി ഡയലോഗുകളിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അവൻ സ്കൂളിൽ പോകുന്നോ? ഡസ് ഹി ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നില്ലേ? ഡസിൻറ്റ് ഹി ഗോ ടു സ്കൂൾ. കണ്ടോ, രണ്ടും ഓക്കെ. അപ്പോൾ അവിടെ ആൻസർ എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും അല്ലേ. ഇങ്ങനെ തന്നെ നമ്മൾ അവൻ എവിടെ പോകുന്നു എന്നാണെങ്കിൽ എങ്ങനെ എഴുതും? എവിടെ എന്നുള്ളതിന് എന്താണ് വാക്ക്? അതും നമ്മൾ മുമ്പ് പഠിച്ചു, വേർ അല്ലേ. ആ വേറിനോടൊപ്പം അത് ഏതിനു മുമ്പ് ചേർക്കണം? ഓക്സിലറി വെർബിന് മുമ്പ് ചേർക്കണം. അവിടെ ഡൗട്ടില്ലല്ലോ. വെയർ ഡസ് ഹി ഗോ ടു സ്കൂൾ എന്നുള്ളത് ആൻസർ ആണല്ലോ. അത് പിന്നെ നമ്മളവിടെ എഴുതണ്ടല്ലോ. അപ്പോൾ എന്തായി? വെയർ ഡസ് ഹി ഗോ. എന്തായി? അവൻ എവിടെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് നോക്കൂ. ഐ ഗോ ടു സ്കൂൾ. അവിടെ ഗോസ് അല്ല, ഗോയാണ്. അപ്പോൾ ഗോയുടെ കൂടെ ഉള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഒരു വെർബിനോടൊപ്പം ഒന്നും ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം അവിടെ എന്തോ ഉണ്ട്. ഡൂ ഉണ്ട്. ഗോ എന്ന് പറഞ്ഞാൽ ഡൂ പ്ലസ് ഗോ ആണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ആദ്യം ഡൂ എടുക്കണം. ഡു ഐ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകുന്നോ? ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ.
ഞാൻ സ്കൂളിൽ പോകുന്നോ എന്ന് നമ്മൾ പറഞ്ഞു. ഡു ഐ ഗോ ടു സ്കൂൾ? ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ? ഡോണ്ട് ഐ എന്നുള്ളിടത്ത് നീ എന്നാക്കാം. ഓക്കെ, ഡോണ്ട് യു ഗോ ടു സ്കൂൾ? ഓക്കെ, എന്നാലും അവിടെ നമ്മൾ ഐ ഗോ ടു സ്കൂൾ, ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ, അല്ലെങ്കിൽ ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ. എന്നിട്ടോ ഡു ഐ ഗോ ടു സ്കൂൾ, ഡോണ്ട് ഐ ഗോ ടു സ്കൂൾ. ഇത്രയായി. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പം ഉണ്ടാക്കി. എന്നാൽ രണ്ടാമത്തെ നോക്കൂ, ഐ ആം ഗോയിങ് ടു സ്കൂൾ അല്ലെങ്കിൽ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. അവിടെ എങ്ങനെ വരും? ഇതേ നിയമം ഉപയോഗിക്കൂ. ഇവിടെ നമ്മൾ വെർബിനെ എടുക്കുകയോ സ്പ്ലിറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ട. ഇവിടെ ഓൾറെഡി ഓക്സിലറി വെർബുണ്ട്. ഏതാണ്? ഈസ് ഗോയിങ്ങിലെ ഈസ്. അപ്പോൾ അത് മുമ്പിലേക്ക് കൊണ്ടുവരൂ. അപ്പോൾ എന്തായി? ഈസ് ഹീ ഗോയിങ് ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോകുന്നോ? എന്നാൽ അവൻ സ്കൂളിൽ പോകുന്നില്ലെന്നാണെങ്കിൽ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നില്ല. അവൻ സ്കൂളിൽ പോകുന്നില്ലേ? ഈസിൻറ്റ് ഹീ ഗോയിങ് ടു സ്കൂൾ? കണ്ടോ എത്ര എളുപ്പം നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കി. അപ്പോൾ അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, പോകുന്നു അല്ല, പോയിക്കൊണ്ടിരിക്കുന്നു ആണേ. അവിടെ പറഞ്ഞത് മാറിയതാണ്. അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നില്ല, ഹീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഈസ് ഹീ ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? എന്തായി? ഈസിൻറ്റ് ഹീ ഗോയിങ് ടു സ്കൂൾ. ഇനി അവൻ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു? വേർ ഈസ് ഹീ ഗോയിങ്? വെയർ ഈസ് ഹീ ഗോയിങ്? അപ്പോൾ എല്ലാ രീതിയിലും സെൻറ്റൻസായി. ഓക്കെ, അപ്പോൾ ഇത് തന്നെ അവർ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റാണ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നില്ല. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക ആയിരിക്കില്ലേ? എന്താണ്? ആറൻറ്റ് ദേ പ്ലേയിങ് ക്രിക്കറ്റ്? കണ്ടോ എത്ര പെട്ടെന്ന് സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അല്ലേ? അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള സെൻറ്റൻസുകളും ഇല്ലെങ്കിൽ രണ്ട് രീതിയിൽ എഴുതാൻ, അതായത് പ്രസൻറ്റിലെ തന്നെ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പോകുന്നു വരുന്നു എന്നതും, അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ഏതാണ് ഈസാമാർ ചേർത്ത് നമ്മൾ എഴുതിയ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന സെൻറ്റൻസുകളും അതിൻ്റെ ക്വസ്റ്റ്യനും നെഗറ്റീവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് എക്സർസൈസ് എഴുതാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിക്കോളൂ, പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. അതിനെ നിങ്ങൾ അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നെഴുതുക, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നോ എന്നെഴുതുക, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ എന്നെഴുതുക. ഓക്കെ, 4 ടൈപ്പിലെ സെൻറ്റൻസുകളായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ ഇറ്റ്. ആ രീതി മനസ്സിലായല്ലോ? 4 രീതിയിലുള്ള സെൻറ്റൻസുകൾ മാറ്റി എഴുതുക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ നോവൽ വായിക്കുന്നു. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും 4 സെൻറ്റൻസുകൾ വീതം 12 സെൻറ്റൻസുകൾ, അതായത് മലയാളത്തിൽ അതിൻ്റെ സെൻറ്റൻസുകൾ എഴുതുക, അതിനുശേഷം അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി ഈ 3 ക്വസ്റ്റ്യൻ്റെയും 4 സെൻറ്റൻസുകൾ വീതം നിങ്ങൾ എഴുതി ഇവിടെ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.